നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി, ഹീമോഗ്ലോബിൻ കുറഞ്ഞു എന്ന് വയ്ക്കുക. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ അയൺ ഗുളിക എഴുതി തന്നു, കഴിച്ചു, പെട്ടെന്ന് കൂടി. പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ ചീരക്കറി തരും, നെല്ലിക്ക ചമ്മന്തിയും തരും. ചീരയിൽ അയൺ കണ്ടന്റ് നന്നായിട്ടുണ്ട്. പക്ഷേ ഈ അയൺ കണ്ടന്റ് ഉണ്ടായിട്ട് കാര്യമില്ല. നിന്റെ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ വൈറ്റമിൻ സി നന്നായിട്ട് വേണം. അതിനാണ് നെല്ലിക്ക ചമ്മന്തി വരുന്നത്. 2 ആഴ്ച എടുക്കും. വെയിലുള്ളിക്കും അനാറ്, അവിടെ പൊമഗ്രാനറ്റ്, മാതള നാരങ്ങ ജ്യൂസ് തരും, ക്യാരറ്റ് ജ്യൂസ്, റാഡിഷ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യും. 2 ആഴ്ച കൊണ്ട് ബ്ലഡ് നേരെയാവും. പക്ഷേ ഈ തിരക്കേറിയ സമയത്ത് നമുക്ക് 2 ആഴ്ച എന്നൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റുമോ? നമ്മൾ ആ ഗുളിക കഴിക്കും. അപ്പോൾ അയൺ ഗുളിക കഴിച്ച് നിങ്ങൾ ബ്ലഡ് കയറ്റി കഴിയുമ്പോൾ എപ്പിഗ്യാസ്ട്രിക് പെയിനാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. മേൽവയറ് വീർത്ത് വേദന, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, പല്ലിൻ്റെ നിറം മാറ്റം, മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദ മൗത്ത്, വായയിൽ ലോഹത്തിൻ്റെ ചുവ വരിക, മലബന്ധം, വയറിളക്കം മാറി മാറി വരാം, കരളിനും കേടാണ്, വൃക്കയ്ക്കും കേടാണ്. ഡോസെങ്ങാനും കൂടിപ്പോയാൽ നിങ്ങൾ കിഡ്നി മാറ്റത്തിനോ കരൾ മാറ്റത്തിനോ പോകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഡയാലിസിസിന് പോകേണ്ടി വരും. ഇതാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ളത്. ചീരക്കറി കഴിക്കുമ്പോൾ എന്താ ദോഷഫലം വരാനിടയുള്ളത്? മിക്കവാറും നല്ലൊരു ശോധന, കുടല് മുഴുവനും അടിച്ച് കഴുകി, വയറിളക്കമല്ല പക്ഷെ നല്ല ശോധന കിട്ടും. കണ്ണ് തെളിയും, ബുദ്ധി തെളിയും, രക്തശുദ്ധി വരും, ഹാർട്ടിൻ്റെ മസിലുകൾക്ക് ശക്തി വരും, അസ്ഥിബലം കിട്ടും. ഇത്രയേറെ മെച്ചങ്ങളായിട്ടാണ് അയൺ കൂടെ കൂട്ടിത്തരുന്നത് ചീര. ഇനി ഇതിലേതാണ് ശാസ്ത്രീയം? അപകട സാധ്യത കൂടുതലുള്ളത് ചെയ്യുന്നതാണോ ശാസ്ത്രീയം? അപകട സാധ്യതയില്ലാത്ത, ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ചീര പരിവർത്തനം ചെയ്ത അയണിന്റെ വഴി നോക്കുന്നതാണോ ശാസ്ത്രീയം? വിവേകം ഇതാണ്. 2 കൂട്ടർക്കും എവിടെ നിന്നാണ് അയൺ കിട്ടിയത്? മരുന്ന് കമ്പനിക്കാർക്ക് എവിടെ നിന്ന് അയൺ കിട്ടി? ചീരച്ചെടിക്ക് എവിടെ നിന്ന് കിട്ടി? 2 കൂട്ടർക്കും മണ്ണിൽ നിന്നാണ് കിട്ടിയത്. ആ മണ്ണിൽ നിന്ന് ചീരച്ചെടി ഇത് പരിവർത്തനം ചെയ്ത് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ മാറ്റിയെടുത്തു. അതാണ് ബയോളജിക്കൽ എക്സ്ചേഞ്ച് ആയിട്ട് വരണത്. ഇനി ഇവർക്കെല്ലാം വന്നത് എവിടെ നിന്നാണ്? സൂര്യപ്രകാശത്തിൽ നിന്നാണ്. വെയില്, ഈ വെയിൽ എന്താണെന്ന് അറിയാമോ? അയ്യോ, ചുമ്മാ വെയില്, കൊട പിടിക്ക്. എത്ര കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് നമ്മിലേക്ക് ഇത് ഓടി വരുന്നത്? ഗൾഫിൽ നിന്ന് 4000 കിലോമീറ്റർ ഓടി വരുന്ന ഒരാളെ നമ്മൾ എയർപോർട്ടിൽ പോയി സ്വീകരിക്കും. 1500 ലക്ഷം കിലോമീറ്ററാണ് സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് ഈ വെയിൽ നമ്മുടെ ദേഹത്ത് വന്ന് കൊള്ളുന്നത്. അപ്പോൾ നിസ്സാരക്കാരന് 1500 ലക്ഷം കിലോമീറ്റർ ഓടി വരികയാണ്. എത്ര സമയം കൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് 1 കിലോമീറ്റർ ഓടിയെത്താൻ എത്ര സമയം വേണം? 1 കിലോമീറ്റർ ഓടാൻ 5 മിനിറ്റ് വേണ്ടി വരുമോ? നിങ്ങൾ 2 മിനിറ്റ് 2 കിലോമീറ്റർ ഓടി വരുന്ന നേരത്തിന് മുമ്പ് 8 മിനിറ്റ് കൊണ്ട് സൂര്യനിൽ നിന്ന് വെയിൽ 1500 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന പ്രോട്ടോൺ, അത് ശരീരത്തിൽ നിന്ന് ഇവിടെ കൊണ്ടു വെക്കുകയല്ല, ഉള്ളിലേക്കും കയറും. നമ്മുടെ കൊഴുപ്പിനെ മുഴുവൻ വൈറ്റമിൻ ഡി ആക്കി മാറ്റും, കോശങ്ങൾക്ക് മൈറ്റോകോൺട്രിയന് വൈദ്യുതി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചെടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പം മരുന്ന് കമ്പനിക്ക് നിങ്ങൾ ചീരക്കറി തിന്ന് ഇത് മാറ്റുന്നത് എന്ത് കിട്ടാന്? വേലികൾ തന്നെ വിളവത് തിന്നാൽ കാലികൾ എന്ത് നടന്നിരുന്നു? നിങ്ങൾ തന്നെ ചീരയും പച്ചക്കറിയും പഴമൊക്കെ കഴിച്ച് നിങ്ങളുടെ അസുഖം മാറ്റിയെടുത്താൽ പിന്നെ ഞങ്ങൾ കമ്പനി ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഡോക്ടറായി ഞങ്ങൾ 2 കോടി 3 കോടി മുടക്കി പഠിച്ചു വന്നിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ മാറ്റി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് ഈ രീതിയിൽ പ്രകൃതിയിൽ പരിവർത്തനം വന്ന മിനറൽസും മൂലകങ്ങളും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ അല്ലാത്ത ഈ രാത്രിക്കും പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് ആരോഗ്യം വേണോ? നിങ്ങൾക്ക് ഇരുട്ടുകൂടെ അനുഭവം ഉണ്ടാവണം. ഇരുട്ട് ശരിക്കും വരുമ്പോഴാണ് റിപ്പയറിങ് നടക്കുക. ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങരുത്. നിങ്ങൾ കിടക്കുന്ന മുറിയിലേക്ക് ഒരു വെളിച്ചത്തിൻ്റെ അംശം പോലും കിടക്കരുത്. 20 പേര് 10-30 പേര് കിടന്നുറങ്ങുന്ന ഒരു മുറിയിലേക്ക് നിങ്ങൾ കയറി ലൈറ്റ് ഇട്ടു 1:30 മണിക്ക്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്. 19 പേര് കിടന്നുറങ്ങുന്നുണ്ട്. ലൈറ്റ് ഇട്ടു, എന്ത് സംഭവിക്കും അവിടെ? ചില ആളുകൾ എണീറ്റ് വരും. നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയില്ലല്ലോ.
ഇത് മുഴുവൻ സെൻസറുകളാണ്, സോളാർ പാനലുകളാണ്. വെയിലിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ ഇതിനറിയാം. ഈ സെൻസറുകൾ പറയും, ആ ലൈറ്റ് വെളിച്ചം വന്നു, എണീറ്റോ, നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചം, ഈ വെയില് നിസ്സാര സാധനമല്ല. ആരോഗ്യം വേണ്ടവർ ദിവസം അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം. പൊള്ളുന്ന വെയിൽ കൊള്ളണ്ട. രാവിലെ ഒരു 9 മണിക്ക് മുമ്പും വൈകിട്ട് 5 മണിക്ക് ശേഷമുള്ള വെയിൽ കൊണ്ടോളൂ. തേജസ്, ഉന്മേഷം, ഉത്സാഹം, വൈദ്യുതി. അപ്പോൾ ഇനി നമുക്ക് കാണാം, എല്ലാ മാസവും 6-ാം തീയതി ശബരി ആശ്രമം അകത്തേത്തറയിൽ സന്തോഷം ഞങ്ങളെല്ലാവരും കൂടെ ക്ലാസ്സും കൺസൾട്ടേഷനും നടത്തുന്നുണ്ട്. പലരും ഇതിൽ വരുന്നവരാണ് അവിടെ. അപ്പോൾ നമുക്കിനിയും കാണാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.